നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം ഉണ്ടാവട്ടെ നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഫീലിങ്സ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് കണക്റ്റ് ആവണമെന്നില്ല. ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് ഇത് വലിച്ചടുപ്പിക്കരുത്. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പം നിങ്ങൾക്കിതിലെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാവുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അതേപോലെ എൻ്റെ ചാനൽ റീഡിങ് ഇഷ്ടപ്പെടുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതേപോലെ എൻ്റെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. യൂട്യൂബ് ചാനലിൽ തന്നെയാണ്. മെമ്പർഷിപ്പിൽ നമ്മൾ ചാനലിൻ്റെ വ്യൂ എടുത്തിട്ട് അതിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് ക്യാഷ് അടച്ച് നിങ്ങൾക്ക് കയറാവുന്നതാണ്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, നിങ്ങൾ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 ദിവസം കൂടുമ്പം ഒരു റീഡിങ്, 2 കാർഡ് റീഡിങ് ഞാനത് ചെയ്തു തരുന്നതാണ്. അതെൻ്റെ മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിങ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ പീസ്ഫുള്ളായിട്ടിരുന്ന് നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നമുക്ക് കാർഡ്സ് എടുക്കാം. ഫൈവ് ഓഫ് സോൾസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിങ്സും സിറ്റുവേഷനും ഒക്കെ ആയിട്ട് എനിക്ക് നിൽക്കുന്നത്. ആളോട് ആർക്കും അടുക്കാൻ പറ്റത്തില്ല. ഇപ്പം വ്യക്തതയില്ല, മത്സരബുദ്ധിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ആര് ചെന്നാലും അവരോട് വഴക്കിടുക, അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും മറുത്ത് പറയുക, നല്ല രീതിയിലുള്ള പെരുമാറ്റ രീതിയാവാനുള്ള സാഹചര്യം കുറവാണ്. അതിന് തടസ്സമായിട്ട് കാണുന്നത് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്, ധനമാണ്. പണത്തിന് ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്ന വ്യക്തിയാണ് ബ്ലോക്കേജായിട്ട്. എന്ന് വെച്ചാൽ മാനുഷിക വികാരങ്ങളല്ല പ്രധാനം, പണമാണ് പ്രധാനം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, ആൾ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കുന്നിടം വരെ ആൾ ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ്. ദ എംപ്രസ് വന്നിട്ടുണ്ട്. ആൾക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻസ് ആണ് വേണ്ടുന്നത്, പണമാണ് വേണ്ടുന്നത്. ഇപ്പോൾ ബ്ലോക്കേജായിട്ട് നിൽക്കുന്നുണ്ട്. ദ എംപ്രസ് ഇപ്പുറത്തും വന്നിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുകയാണ്, പണത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങളോട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ആൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നൈറ്റ് ഓഫ് വാൺസ് ആണ്. ആൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞപ്പോൾ തിളച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒന്നും പറയാനും ചെല്ലാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഫയർ എലമെൻ്റാണ് നിങ്ങളെ മെക്കിട്ട് കയറാൻ വരിക, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ആളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആളുടെ പുറമേ ഉള്ള ധാരണ, ആൾക്ക് പുറമേ എന്ന് പറയുമ്പം സ്വയം കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിലിരിക്കുക. ആൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. ആൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ആൾക്ക് 2 ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയാൻ വയ്യാത്തൊരു രീതിയിൽ ഇരിക്കുകയാണ്. ഏത് ചൂസ് ചെയ്യണമെന്നറിയാൻ വയ്യാതെ, ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ പോലും ഇല്ലാത്തൊരു സാഹചര്യം. എന്നാൽ കണ്ണി കാണുന്നവരോടെല്ലാം അങ്ങ് വഴക്കിടുകയാണ്. എന്നുവെച്ചാൽ പ്രതികരിക്കാൻ ചെല്ലുന്നവരോട് മൊത്തം കാര്യസാധ്യം ഒന്നുമില്ലെങ്കിലും അവരോട് കയർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ കുത്തി മുറിവേൽപ്പിക്കുന്നതാണൊക്കെ, വേദനിപ്പിക്കുക എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ആഴത്തിലുള്ള വ്യക്തി എന്ന് പറയുമ്പം ദ എംപററാണ്.
ആള് എംപറർ എന്ന് പറയുമ്പം ഒരു ചക്രവർത്തിയാണ്, ജെനുവിനാണ്. പക്ഷേ ആരുടെയും മുമ്പിൽ താന്ന് കൊടുക്കില്ല എന്നുള്ളത്. താൻ പിടിക്കുന്നിടവും കൊണ്ടേ വരുത്തുള്ളൂ. ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. അത് എന്ത് വന്നാലും വിട്ടു കൊടുക്കത്തില്ല എന്ന് വെച്ചാൽ നയപരമായിട്ടുള്ളൊരു സംസാരം ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ അടുത്ത ഇടയെങ്ങും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവും എന്നുള്ളതാണ്. അതിനു വേണ്ടി ഇനി എന്ത് പ്രവൃത്തിയും കാണിക്കും. നമ്മളെ ഹറാസ് ചെയ്യുന്ന കണക്ക് പെരുമാറും, അല്ലെങ്കിൽ മാനുഷിക പരിഗണന ഇല്ലാത്ത രീതിയിൽ പെരുമാറും എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷേ ആളിന് സത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സത്യമുള്ള വ്യക്തിയാണ്. എംപറർ എന്ന് പറയുമ്പോൾ ജീവിതത്തിലൊരു ഘടനയുള്ള വ്യക്തിയാണ്. പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും കൂർമ്മ ചിന്തയോടുകൂടിയാണ് ആലോചിച്ച് പെരുമാറുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന സ്വാധീനം എന്താണ്? മറഞ്ഞിരിക്കുന്ന സ്വാധീനം എന്ന് പറയുമ്പോൾ 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആളുടെ ഉള്ളിൽ സ്വന്തം കാര്യം നോക്കുന്ന ഒരു വ്യക്തിയാണ് ആൾ. സ്വന്തം കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുക. എന്തെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അത് പുറമേ ഒരു സ്നേഹപ്രകടനം കാണിച്ചാലും ശരിക്കും ഇവർ സ്വന്തം കാര്യം നോക്കുന്ന വ്യക്തിയാണ്. അത് ഏത് കാര്യത്തിനും ആയാലും അവരുടെ കാര്യം വിജയിക്കണം, അല്ലെ അവരുടെ കാര്യം എളുപ്പത്തിൽ നടക്കണം, അല്ലെ അവരുടെ സുഖവും സന്തോഷവും നടക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ളതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും കൂടുതലും പണത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്. ഒരുപാട് സുഖ സൗകര്യങ്ങൾ, അവരാഗ്രഹിക്കുന്നത് പോലുള്ള ലൈഫ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന. ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട് സത്യമാക്കിയെടുക്കാനായിട്ട്. അതിനകത്ത് മറ്റുള്ളവരെ ബലിയാടാക്കുന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞല്ലോ 7 ഓഫ് സോൾസ്. മറ്റുള്ളവരെ ചതിച്ചിട്ടാണെങ്കിലും വഞ്ചിച്ചിട്ടാണെങ്കിലും സ്വന്തം കാര്യം നേടിയെടുക്കണം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഇതേപോലെ ഒരു ഹാർഷായിട്ടുള്ള ഒരു സ്വഭാവക്കാരൻ മാത്രമല്ല, ചീറ്റിംഗ് മെൻറ്റാലിറ്റിയും കാണിക്കുന്നുണ്ട് നിങ്ങളോട് എന്നുള്ളതാണ്. പണം മാത്രമല്ല, മറ്റു പലതും നിങ്ങളോട് ചീറ്റിംഗ് തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 7 ഓഫ് സോൾസ് ആണ്. എനിക്ക് സോൾസിൻ്റെ എനർജിയാണ്. ഞാൻ പറഞ്ഞല്ലോ 2 ഓപ്ഷൻ ഉണ്ട്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് തിരഞ്ഞെടുക്കണോ, ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിലിരിക്കുകയാണ്. ചിലപ്പോൾ മനഃപൂർവ്വം ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുമാവാം. ഞാൻ പറഞ്ഞല്ലോ അവരുടെ കാര്യം ഏത് കുറുക്കുവിദ്യ ഉപയോഗിച്ചും നേടിയെടുക്കണം. അതിനവർ ഏത് വഴിയും സ്വീകരിക്കും. എംപററാണ്, പല കൂർമ്മ ബുദ്ധിയോടുകൂടിയാണ് പെരുമാറുന്നത്. അതിന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അവരുടെ എന്തോ ഒരു കാര്യസാധ്യം, കൂടുതലും പണത്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്. പണത്തിൻ്റെ പേരായിരിക്കാം. ഇപ്പം നിങ്ങളിൽ എല്ലാവർക്കും ഈ ഒരു റീഡിങ് കണക്റ്റ് ആവണമെന്നില്ല. കണക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക, അല്ലെങ്കിൽ എൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക. ചിലപ്പോൾ പണമായിരിക്കാം ഇവിടെ വിഷയമായിട്ട് വന്ന് കയറിയേക്കുന്നത്. എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ നോക്കിയിരിക്കുകയാണ് ഉണ്ടാക്കാൻ, എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. അപ്പം ഇവിടെ തടസ്സമായിട്ട് പണമാണ് ഇപ്പോൾ വന്ന് കയറിയേക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വഴക്കുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ലാസ്റ്റ് 7 ഓഫ് സോൾസ് വരെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യമുണ്ടോ? യെസ്, ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യം കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഉടനെ തുടങ്ങിയതല്ല, ഇപ്പോഴെങ്ങും തുടങ്ങിയ ഒരു റിലേഷനായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ഒരുപാട് വർഷം മുന്നേ ഉള്ള റിലേഷൻ, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു കൊളീഗ്സ് ആവാം, കൂടെ പഠിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ അവരേറ്റവും മുമ്പേ അറിയാവുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് ഇപ്പോൾ അവർ റിലേഷൻ വെച്ചേക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് പിന്നോട്ടുള്ള പഴക്കമുണ്ട്. ഇപ്പോൾ തുടങ്ങിയ ബന്ധമല്ല ഇത്. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇവർ ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പണം
മുഖ്യ ഘടകവും ആണ് എന്നുള്ളതാണ്. ചിലപ്പോൾ പൈസ ഇല്ലാത്ത സാഹചര്യം വന്നാലും ഇപ്പം മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനായിട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം കാര്യം നോക്കുന്ന വ്യക്തിയാണ്, സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്നൊരു വ്യക്തിയാണ്. അപ്പം ഇവർക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ കഴിഞ്ഞാൽ അതിന് ബലിയാടാവുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കാം, നിങ്ങളുടെ മണ്ടയിലോട്ടായിരിക്കാം ഒരു കാരണവും കൂടാതെ ചെന്ന് കയറുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നിങ്ങളോട് ഇമാതിരിയാണ് പെരുമാറുന്നത്, അപ്പോൾ അവരോട് എങ്ങനെയാണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. അവരോടും നിഗൂഢതയാണ്, ഓപ്പൺ മൈൻഡഡ് ആയിട്ടല്ല ഇവർ അവരോടും പെരുമാറുന്നത്. ചിലപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ടും കിട്ടുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് ഇവരെ സംശയമായിരിക്കാം. മൊത്തത്തിൽ ഒളിച്ചു വെക്കുന്ന സ്വഭാവമാണ്, നിഗൂഢതയുടെ ഒരു കലവറയാണ് ഇവരെന്ന് പറയുമ്പോൾ. ഇവരുടെ ഇൻറ്റ്യൂഷൻ, ഇവരുടെ രഹസ്യത്തിൻ്റെ കലവറയാണ്. ഇവരുടെ ഉള്ളിലിരിക്കുന്നതൊന്നും ആർക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തിനാ ഇവർ ഈ ചുമ്മാ കിടന്ന് വഴക്കിടുന്നതെന്ന് പോലും ചിലപ്പം നിങ്ങൾക്ക് തോന്നിപ്പോകാറുണ്ടായിരിക്കാം. അത്രയ്ക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്, ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ് ഇവരോട് ഒരു വിധപ്പെട്ടവർക്കൊന്നും അടുത്ത് കൊണ്ടുപോകാനൊന്നും, ഇവരെ മെരുക്കി കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല എന്നുള്ള ഒരു വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ നിഗൂഢതയാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്. ഇവരുടെ മനസ്സിലുണ്ടല്ലോ, എത്ര വലിയ രഹസ്യം വേണമെന്നുണ്ടെങ്കിലും അടഞ്ഞ് സൂക്ഷിക്കാം, അങ്ങനൊരു വ്യക്തിയാണ്. ആരോടും അത് തുറന്നു പറയത്തില്ല എന്നുള്ളതാണ്. അപ്പം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ അടുത്തുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഹൈ പ്രീസ്റ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഹൈഡ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, ഒന്നും അവിടെയും വ്യക്തതയല്ല. അപ്പോൾ അവിടെ നിന്നുള്ള പ്രഷറും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഇനി അവരെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഫീലിങ്സ് ആയിരിക്കാം അവർക്ക്. എന്നെ കളഞ്ഞിട്ട് ഇനി ഇവിടോട്ട് വന്നോ, അല്ലെങ്കിൽ ഇവിടുന്ന് കളഞ്ഞിട്ട് ഇനി അങ്ങനെയൊക്കെയോ പല ഇതായിരിക്കാം. അല്ലെങ്കിൽ എന്താണ് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്, ചിലപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഫൈറ്റ് ആയിരിക്കാം. അതായിരിക്കാം എല്ലാ പ്രഷറും കൂടെ, അല്ലെങ്കിൽ ചിലപ്പോൾ പണത്തിൻ്റെ സാഹചര്യവും ആയിരിക്കാം. അതായിരിക്കാം ഇവർ എല്ലാ പ്രഷറും കൂടെ ഇവിടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് പെരുമാറുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. യെസ്, ഇവരെന്ന് പറയുമ്പോൾ ഡബിൾ കാർഡ് കയറി വന്നിട്ടുണ്ട്. ഇത് ആശ്രിതത്വം, എന്തിനോടൊക്കെയുള്ള ആസക്തി, ചിലപ്പം മദ്യത്തിന് അഡിക്റ്റ് ആയിരിക്കാം ഇവർ, അല്ലെങ്കിൽ ആശ്രിതത്വം, സ്ത്രീകൾ, അങ്ങനെയൊക്കെയുള്ളൊരു ആരോടും ജെനുവിനായിട്ടുള്ള സ്നേഹമൊന്നും അല്ല ഇവർക്കെന്ന് പറയുമ്പോൾ. ഒരു സത്യസന്ധമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരെയും കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഈ വ്യക്തിക്ക് ആരുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, 9 ഓഫ് കപ്സ് ആണ്. സ്വന്തം കാര്യത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി. ചിലപ്പോൾ അവിടെയും പ്രഷറായിരിക്കാം കിട്ടുന്നത്. അവസാനം ഇവർക്ക് ആരും ഇല്ലാത്ത സിറ്റുവേഷൻ ആകുമ്പോഴായിരിക്കും മുകളിലിരിക്കുന്നതും പോയി വശത്തിരിക്കുന്നതും പോയി എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത്. ഈ കൂട്ടരെന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനമായിരിക്കും പാഠം പഠിക്കുന്നത്. ഇവർ മാക്സിമം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇങ്ങനെ വിട്ടുകൊടുക്കത്തുമില്ല. ഇതിൽ എങ്ങനെ വീണാലും പൂച്ച 4 കാലിൽ വീഴുമല്ലോ എന്ന് പറയുന്ന പോലെ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് എനിക്കിന്ന് കിട്ടുന്നത്. എംപററാണ്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ളൊരു പരിഗണന അവിടെ കുറയും. എന്ന് വെച്ചാൽ സ്നേഹമൊന്നും പ്രകടിപ്പിക്കുന്നതോ അങ്ങനെയല്ല, വല്ലാത്തൊരു ടോക്സിക്കായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതാണ്. മെയിനായിട്ടും ഈ അഡിക്ഷൻ, ഇതിപ്പോൾ ഡബിൾ കാർഡ് എന്ന് പറയുമ്പോൾ കടുത്ത ഒരു സമയദോഷം തന്നെയാണ് ഈ ഡബിൾ കാർഡ് എന്ന് പറയുമ്പോൾ. ഡബിൾ കാർഡ് വരുമ്പോൾ ആശ്രിതത്വം, മദ്യത്തിന് അഡിക്റ്റ്, അല്ലെങ്കിൽ മറ്റെന്തോത്തിനെങ്കിലും അഡിക്റ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം, എന്ന് വെച്ചാൽ മോശമായിട്ടുള്ള ഒരു രീതി, സെക്ഷുവൽ റിലേഷനിലോട്ട് ഭയങ്കര അഡിക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെന്ന് പറയുമ്പോൾ. അതിനകത്തോട്ടൊക്കെ ഭയങ്കര ആവേശമായിരിക്കും, അല്ലെങ്കിൽ മദ്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മയക്കുമരുന്നിനായിരിക്കാം. എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ പണത്തിനോട് എന്ത് ചെയ്തിട്ടാണെങ്കിലും പണം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ചില ഇതൊക്കെ ആയിരിക്കും. അതിന് മാനുഷിക പരിഗണന ഒന്നും ഇല്ലാത്ത അത് കടുത്ത ഇവരുടെ സമയദോഷവും വിമോർച്ഛിച്ച് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം കറണ്ട് സിറ്റുവേഷൻ തന്നെ 5 ഓഫ് സോഴ്സ് ആണ്. ശത്രുക്കൾ എന്ന 4 ചുറ്റിനും ശത്രുക്കളുമുണ്ട്. എല്ലാവരെയും വെറുപ്പിച്ചിട്ടേക്കുന്ന ഒരു മൈൻഡും ആയിരിക്കാം ഇവരുടേത്. ആരുമായിട്ടും ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമല്ല. അങ്ങനെ അനുഭവിക്കുന്ന ചിലവരുടെ ഒരു ഇതാണ്, റീഡിങ്ങാണ് എനിക്ക് ഇന്ന് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയും ഒരുപാട് പേരുണ്ടായിരിക്കാം അല്ലേ. നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി ഘട്ടം ആരെയും അറിയിക്കത്തില്ല. മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞല്ലോ, ആരെയും അറിയിക്കാതെ എന്ത് വന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കും. അപ്പം ഈ ഒരു സിറ്റുവേഷൻ, പണം
ബ്ലോക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ദേഷ്യപ്പെട്ടിരുന്നാലും എങ്ങനെ ഇവർ നാലുകാലേ വീഴുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. വാൺസിൻ്റെ ഫയർ എലമെൻറ്റ്, ഇവർ ഫയർ തന്നെയാണ് ഇവർ. ആ ഒരു മനസ്സിലുള്ള തീയാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. തോറ്റു കൊടുക്കത്തില്ല, ആരുടെയും മുമ്പിൽ തോക്കത്തതുമില്ല. ഏത് രീതിക്കും അവർ പിടിച്ച് നിൽക്കും. അങ്ങനെയൊന്നും വീഴാത്ത ആൾക്കാരാണ് കേട്ടോ. അങ്ങനെയും ഇല്ല, ഇരട്ടച്ചങ്കെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയും കുറേ ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ. പക്ഷേ ഒരു കാര്യവുമുണ്ട്, എംപറർ വന്നതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമെങ്കിലും അവർക്ക് മനസ്സമാധാനം കൊടുക്കുന്നില്ല എങ്കിലും അവരെ സംരക്ഷിക്കുന്നുണ്ടാവാം. അവരെ വിടാതെ അവരെയും സംരക്ഷിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് ആ ഒരു ആത്മാർത്ഥമായിട്ട് അവരെയും പരിരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കാം ചിലരെങ്കിലും ഇവരെ ആത്മാർത്ഥമായിട്ട് കാണിക്കാൻ ഇവർക്ക് തിരിച്ചങ്ങോട്ടൊരു സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു കരുതൽ ഇവർക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം കൂടെയുള്ളവരവരെ വിട്ടു പോകാതെ ഇങ്ങനെ ഇത്രയൊക്കെ സ്വഭാവം ഉണ്ടായിട്ടും അങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ എന്തുണ്ടായിട്ടും മനസ്സമാധാനം ഇല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു സ്ഥിതി തന്നെയാണ് അല്ലേ. ആരും കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തതുമില്ല. നമ്മുടെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് കഞ്ഞിയായാലും നമുക്ക് കുടിച്ചുകൊണ്ട് കിടക്കാം, നമുക്ക് പട്ടിണിയാണെങ്കിൽ നമുക്ക് വയറ് മുറുക്കി കൊടുത്തെങ്കിലും കിടക്കാം. പക്ഷേ മനസ്സമാധാനം ഇല്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ. എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരുടെ അവസ്ഥകൾ അങ്ങനെയാണ് അല്ലേ. ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ മറികടന്ന് കിട്ടാൻ വേണ്ടിയിട്ടും മാക്സിമം ഇവർ ഈ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ മൂഡിൽ ഇവരുമായിട്ട് തിരിച്ച് പ്രതികരിക്കാൻ പോവാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഗൈഡൻസാണ്. ഇവർ എന്തിനു വന്നാലും രണ്ട് കൈയും കൂടെ അടിച്ചാലല്ലേ സൗണ്ട് കേൾക്കത്തുള്ളൂ. അവിടെ കിടന്ന് പറയട്ടെ, അല്ലെ അവിടെ കിടന്ന് ചെയ്യട്ടെ. തൽക്കാലം ഇവരുടെ കടുത്ത സമയമാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ. അപ്പം ഇതിന് പ്രതികരിക്കാനായിട്ട് മാക്സിമം പോവരുത്. ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് പ്രതികരിക്കരുത്, മിണ്ടാണ്ടിരിക്കുക. കാരണം പ്രതികരിച്ചാൽ ഈ പ്രശ്നം രൂക്ഷമായി പോവും, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോവും. ഇവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് മാക്സിമം നിങ്ങൾ പ്രതികരിക്കാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഈ ഒരു മാനസിക നില മാറാനും വേണ്ടിയിട്ട്, ശത്രുദോഷങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഗുരുതി പുഷ്പാഞ്ജലി നടത്തുക, അല്ലെങ്കിൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുക. അതിൽ ശിവഭഗവാന് നല്ല ഇളനീർധാരയും പിന്നെ ജലധാര അല്ലെങ്കിൽ ക്ഷീരധാര ഇതൊക്കെ നല്ല രീതിയിൽ നടത്തുക. ശിവന് പിൻവിളക്ക് കൊളുത്തുക, ശിവഭഗവാനെ ഭസ്മം ചേർത്ത് നടത്തുക. ഈ ഒരു പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ വേണ്ടിയിട്ട് ശിവഭഗവാനെ നന്നായിട്ട് വിളിക്കുക. അഘോര മന്ത്രപുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഭദ്രകാളി ദേവിക്ക് ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം മാറാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ നെഗറ്റീവ് എനർജി ഹീലിംഗ് ഉള്ള അഫർമേഷൻ നിങ്ങൾ കേൾക്കുക. അതേപോലെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ കേൾക്കുക. പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ്. മാനിഫെസ്റ്റേഷൻസൊക്കെ ഒരുപാടുണ്ട്, ഞാൻ ഒരു ദിവസം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇപ്പം ഒരുപാട് സമയമായി. അപ്പോൾ ഇങ്ങനെ അവർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടം, ഈ ഒരു സാഹചര്യം മറികടക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണിക്കുന്നത്. അതെ, കിങ് ഓഫ് പെൻഡിക്കിൾസാണ്, കിങ് ഓഫ് സോൾസും. തീർച്ചയായും ഈ ഒരു സാഹചര്യം മാറി വരും എന്നുള്ളതാണ്. കുറച്ചുകൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. 6 ഓഫ് പെൻഡിക്കിൾസ്, അർഹിക്കുന്ന ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. പണത്തിനാണ് മൂല്യം കൂടുതലും. പെൻഡിക്കിൾസിൻ്റെയും സോൾസിൻ്റെയും എനർജിയാണ്, എല്ലാത്തിൻ്റെയും വാൺസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. എന്നാലും അർഹിക്കുന്ന ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കും. സമാധാനമായിട്ടിരിക്കുക. എല്ലാത്തിനും ഒരു പരിഹാരം, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാകും എന്നുള്ളതാണ്. കിങ് ഓഫ് പെൻഡിക്കിൾസാണ് വന്നേക്കുന്നത് ബോട്ടമായിട്ട്. അപ്പോൾ കൂടുതലും സ്നേഹം ഇവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തികളും ആയിരിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു കരുതൽ എല്ലാവരോടും ഉണ്ടാവും. ഇവരെ ആശ്രയിച്ച് നിൽക്കുന്നവരെ അവർ തട്ടിക്കളയില്ല. ഇങ്ങനെ ഇവരുടെ ഒരു മാനസിക സ്ഥിതി പൊതുവേ ഇങ്ങനെയാണ്. ചില ആൾക്കാർ അങ്ങനെയാണ്. മനസ്സിന് ചിലപ്പോൾ ഇഷ്ടമുള്ളവരോട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ളവരോടായിരിക്കും ചിലപ്പോൾ അവർ കയർക്കുന്നത്, പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇവരുടെ ഒരു ക്യാരക്ടർ ഏറ്റവും അടുത്ത് നിന്ന് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അവരെല്ലാവരുടെയും കാര്യം ബോട്ടമായിട്ട് കിങ് ഓഫ് പെൻഡിക്കിൾസ് വരുന്നത് കൊണ്ട് തന്നെ കണിശക്കാരനാണ് ഇവർ.
എല്ലാ കാര്യവും കൃത്യമായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തിളച്ച് വരും. അത്രയ്ക്ക് നൈറ്റ് ഓഫ് വാണ്ട്സ് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അവർക്കൊരു കണക്കും കാര്യങ്ങളും ഉണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പൊയ്ക്കോണം എന്നുള്ള ഒരു വളരെ വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായ ചിലവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെയാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം തീർച്ചയായും ഇവരെല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി ചെയ്യുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര കണിശമാണ്. എല്ലാം പിടിച്ച് ക്ലിയറായിട്ടേ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ വാങ്ങത്തുള്ളൂ. കൂടുതലൊന്നും കൊടുക്കത്തില്ല. ഭയങ്കര ഒരു അതേപോലെ എല്ലാം ക്ലിയർ ആയിരിക്കണം എന്നൊക്കെയുള്ളൊരു മൈൻഡാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. പിന്നെ ഈ ഡബിൾ കാർഡ് വന്നതുകൊണ്ട് മോശമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്. ഈ ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവക്കാർക്ക് തിരിച്ചൊരുപാട് ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഈ ഒരു സമയദോഷം എനിക്ക് തോന്നുന്നു ഒരു ഡബിൾ കാർഡ് കയറി വന്നതുകൊണ്ട് ഒരു 6 മാസത്തോളം ഇങ്ങനെയൊക്കെ നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മേജർ അർക്കാന കാർഡാണ് വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആത്മീയ പാതയിലൂടെയാണ് പോകുന്നത്. അത് ദൈവനിശ്ചയമാണ് എന്നുള്ളൊരു വിധി, ആ ഒരു സമയദോഷം, അതൊക്കെ നമുക്ക് ഇത് പറയാം. അപ്പം കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തായാലും പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ഇങ്ങനെ കുറച്ച് ആളുകളുടെ ഒരു റീഡിങ്ങാണ് എനിക്ക് കിട്ടുന്നത്. ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നെനിക്കറിയില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, താങ്ക് യു.